രാവിലെ നല്ല തെളിച്ചമുണ്ട് കേട്ടോ, വലിയ മഞ്ഞൊന്നുമില്ല, വലിയ തണുപ്പുമില്ല. പക്ഷെ രാവിലെ എൻ്റെ വിരുന്നുകാരും എത്തിയിട്ടില്ല. എണ്ണാൻ വന്നില്ല, തത്ത വന്നില്ല, ആർക്കും ആഹാരമൊന്നും വെച്ചില്ല. അപ്പോൾ എല്ലാവർക്കും ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ അണ്ണാനും തത്തയൊന്നും എത്തിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആഹാരം വെച്ച് കൊടുക്കുമ്പോൾ അവരൊക്കെ വരും. രാവിലെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അണ്ണാനെ കണ്ടോ, കഴിക്കുന്നുണ്ടോ? ഇഡലി മുറിച്ച് വെച്ചു, അകത്തുകൊണ്ട് പോയി അവിടെ പോയി കഴിക്കുന്നു. ഇവിടെ നിന്ന് ഇഡലി എടുത്ത് അങ്ങ് കൊണ്ടുപോയി അവിടെ പോയി കഴിക്കുന്നു. ആ, തത്ത വരും കേട്ടോ, തത്ത തോ ഇരിക്കുന്നു. ഇന്നിപ്പോൾ തത്ത വരും രാവിലെ. അവിടെ ഇരിപ്പുണ്ട്. തത്തേ കണ്ടോ, ഇരിക്കുന്നുണ്ടോ തത്തേ? കണ്ട ഇരിക്കുന്ന ഇപ്പം രാവിലെ വരും കേട്ടോ. അവിടെ ഇരിക്കുന്നു, ഇപ്പം വരും. ഇവിടെ ഇന്ന് കഴിക്കുന്നുണ്ട്. എന്നെ കണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞതാണ്, വീണ്ടും വന്നിരുന്ന് കഴിക്കുകയാണ്. തത്ത ഇങ്ങോട്ട് വന്നതായിട്ട് തോന്നി കേട്ടോ, കണ്ടില്ല. ചിത്രകിളികളെയൊന്നും കണ്ടില്ല രാവിലെ. അത് അണ്ണമ്മൻ തട്ടി വിടുന്നുണ്ടായിരുന്നു, കയ്യിലെടുത്ത ചങ്ങ് തിന്നെയാണ് കണ്ടാ. തിന്നിരിക്കുന്നു. അടുത്ത ആൾ വരുന്നത് കണ്ട, അതിനെ ഓടിച്ചുകൊണ്ട് പോയി. മുകളിൽ കയറി ഇരിക്കുന്നു. അതുകൊണ്ടാ മറ്റേ അണ്ണാൻ കുഞ്ഞിനെ ഓട്ടിച്ച് വിട്ട്, എന്നിട്ടങ്ങ് മുകളിൽ കയറി ഇരിക്കുന്നു. കണ്ടോ, അതിനെ ഓട്ടിച്ച് മുകളിൽ കൊണ്ടുപോയി. കണ്ടോ, അവിടെ പോലും തിരിക്കുന്നു. മറ്റേനെ ഓട്ടിച്ച് വിട്ടിട്ട് അതാ വരുന്നു. മറ്റേ ഓടിപ്പോയില്ല, അതാ വരുന്നു. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, പേടി കേട്ടാ. ആഹാരം എടുക്കണമെന്നുണ്ട് എന്നെ കണ്ടിട്ട്. വേറാണ് താഴെ കൂടെ വരുന്നത്. നല്ല രസമാണ് കാണാൻ, കയ്യിലെടുത്ത് വെച്ചാൽ കഴിക്കുന്നു കേട്ടാ. എന്താ എവിടെ നിൽക്കും, എടുത്ത് അങ്ങ് പോയി. ഇതേ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇഡലി. ഇതേ ഒരു പീസ് ചിക്കൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വെച്ച ചിക്കനാണ്, ഉച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി വെച്ചാണ് ഞാൻ. ഒരു പീസ് അതൊന്ന് എടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചായ, നല്ല ആവി പറക്കുന്ന ചൂട് ചായ, നല്ല സൂപ്പർ ചായ. ആവി എങ്ങനെ പറക്കുന്ന ചായ, നല്ല. ഇത് ബീൻസ് കറിയാണ്, ഗ്രീൻ പീസ്. പക്ഷെ ഇത് പച്ച കളറല്ല, ഇത് യെല്ലോ കളറാണ് ഗ്രീൻ പീസ്. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇത് പേരയ്ക്ക, നല്ല പിങ്ക് കളറാണ് കേട്ടോ. പേരയ്ക്ക, നെല്ലിക്ക, ഇത് സെൻറ്ററിൽ ഇരിക്കുന്ന മുളക് പൊടിയും ഉപ്പും. ഇതങ്ങോട്ട് എടുത്ത് ഓരോന്നായിട്ടെടുത്ത് ഈ ഉപ്പും മുളകും കൂടെ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് തിന്നണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും പരീക്ഷിച്ച് നോക്കാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്.
ഇത് ചെറുപയർ കറിയാണ് തൈ വെച്ചിരിക്കുന്നത്. ഇത് ചെറുപയർ ഞാൻ വെള്ളത്തിൽ അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൽ ഉള്ളി നമുക്കിവിടെ സവാള കിട്ടുന്നുള്ളൂ. അപ്പോൾ ഉള്ളിക്ക് വേണേൽ സവാള ഇട്ട് സവാള, അല്പം മഞ്ഞൾപ്പൊടി, ഒരു 2 പച്ചമുളക് ഇത്രയും കൂടെ വെച്ച് കുക്കറിൽ വെച്ച് 2-3 വിസിൽ കയറ്റിയതിന് ശേഷം അല്പം കൂടെ വേവുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് 2 അടിയും അടിച്ചു. എന്നിട്ട് ഇനി അത് ചെയ്യാൻ പോകുന്ന തേങ്ങ ചേർത്തിട്ടില്ല. അപ്പം സാധാരണ നമ്മളിത് നാട്ടിൽ നിന്ന് തേങ്ങ ചേർക്കാതെ നമ്മൾ ഒരു സാധനവും ഉണ്ടാക്കാറില്ല. പക്ഷേ ഇവിടെ ഡൽഹിയിൽ നേരെ തിരിച്ചാണ്. തേങ്ങ അവർ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതുണ്ട്, ഇത് വെച്ച് കടുവറുക്കാൻ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കടുവറുത്ത് ആ കടുവിൻ്റെ കൂടെ അല്പം ജീരകവും കൂടെ ഇട്ട് മുളകും കൂടെ ഇട്ടിട്ട് ഇത് താളിച്ചൊഴിക്കും. കടുവ വറുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ. ഇത് ഒരു ദിവസം വെറുതെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തേങ്ങ അരയ്ക്കാതെ. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാത്തിനും തേങ്ങ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം എന്ന് പറയുന്നത് പരിപ്പ് കറി, ചിക്കൻ, പിന്നെ ചോറ്, നല്ല ചൂട് തുമ്പപ്പൂ ചോറ്, കണ്ടോ, ആവി പറക്കുന്ന ചോറ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. പിന്നെ അച്ചാറിരിപ്പുണ്ട് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ ബൈ.